ഹലോ, ലൗലി ദേവികയുടെ പുതിയ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു അടിപൊളി കഥയായിട്ട് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് ആൾക്കാര് സ്റ്റോറി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് നമ്മുടെ ചാനല്. പിന്നെ നമുക്കൊരു ലൈക്കും കൂടെ ചെയ്യാതെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒരു ലൈക്ക് ചെയ്യണം കേട്ടോ പ്ലീസ്. പിന്നെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബും ചെയ്യണം. നിങ്ങളെ ഓരോ ലൈക്കുമാണ് നമ്മുടെ ചാനലിന്റെ ഊർജം. എനിക്ക് ഇനി സ്റ്റോറി ഇടാനായിട്ട് ഒരു തോന്നൽ വരണം എന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്തേ മതിയാവുള്ളൂ. അപ്പൊ ഞാനത് റിക്വസ്റ്റ് ചെയ്യാണ്, എല്ലാവരും ഓരോ ലൈക്ക് വീതം എനിക്ക് തരിക. പിന്നെ നമ്മുടെ ഈ സ്റ്റോറി ഒരു ഹോം നേഴ്സിന്റെ ആണ്. പലപ്പോഴായിട്ട് നമ്മൾ കേട്ട് മറന്നൊരു കഥയായിരുന്നു. ഒന്ന് റീവൈൻഡ് ചെയ്താലോ? നേരെ കഥയിലേക്ക് പോവാട്ടോ. നാട്ടിലെ നഴ്സിംഗ് കോഴ്സൊക്കെ പൂർത്തിയാക്കി ഒരുപാട് ഇഷ്ടത്തോടെയാണ് ലണ്ടനിലേക്ക് ഫ്ലൈറ്റ് കയറുന്ന ലാവണ്യ. ഇപ്പോൾ ഇവിടെ പഠിച്ചിറങ്ങി എക്സ്പീരിയൻസ് ഏതാണ്ട് 6 വർഷത്തോളമായി. ഒരുപാട് സ്ട്രഗിൾ ചെയ്തു ഇഷ്ടപ്പെട്ട ജോലി ഇഷ്ടപ്പെട്ട നാട്ടിൽ കിട്ടാൻ. അല്ലെങ്കിലും ലണ്ടനിലൊക്കെ നഴ്സ് ആവുക എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക പവർ തന്നെയാണല്ലോ. ആ പവറിനൊപ്പം കുറച്ചും കൂടെ ലൈഫ് സ്റ്റൈൽ മെച്ചപ്പെടാനും ഭാവിയിൽ അതുപോലെ തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന ഒരു ലൈഫ് പാർട്ട്ണറെ സെറ്റാക്കിയാൽ അങ്ങനെ എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണുള്ളത്. ഇത്രയും കാലം ലൈഫിൽ അനുഭവിച്ചിരുന്ന എല്ലാ ദാരിദ്ര്യങ്ങൾക്കും അവസാനമായി എന്ന് തന്നെയാണ് അവൾ മനസ്സിൽ വിചാരിച്ചത്. അതുപോലെ തന്നെയായിരുന്നു അവിടെ എത്തിയതിനു ശേഷമുള്ള ജീവിതവും. അച്ഛന്റെ അമ്മയുടെയും പിന്നെ വീട്ടിലുള്ള സഹോദരങ്ങളുടെയും ഒക്കെ എല്ലാ പ്രാർത്ഥനയുടെയും ഫലമായിട്ടാണ് തനിക്ക് ജോലി കിട്ടിയതെന്നാണ് അവൾ വിചാരിച്ചിരിക്കുന്നത്. ഒരു കണക്കിന് അങ്ങനെയുമാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് പള്ളിയിൽ പോയി അവൾ എപ്പോഴും പ്രാർത്ഥിക്കാറുമുണ്ട്. ലണ്ടനിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടി. തന്നെ പോലെ തന്നെ നാടിനെ മിസ് ചെയ്യുന്നവരായിരുന്നു അധികവും. അവരോടൊപ്പം ഫ്രണ്ട്ഷിപ്പും കമ്പനിയും ഒക്കെ അവൾക്ക് ഒരുപാട് ആശ്വാസം കൊടുത്തു. കൂട്ടത്തിലെ ഏറ്റവും സുന്ദരി തന്നെയാണ് ലാവണ്യ. മുടി ഇപ്പോൾ കളർ ചെയ്ത് സ്ട്രെയിറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. മെലിഞ്ഞ് കൊല്ലുന്നതിനുള്ള സുന്ദരി. മെലിഞ്ഞതെന്ന് പറഞ്ഞാൽ ശരീരം മാത്രമാണ് കേട്ടോ, ബാക്കി സാധനങ്ങളൊക്കെ ആവശ്യത്തിനുണ്ട്. അവളുടെ ആ മെലിഞ്ഞ ശരീരത്തിൽ അത്യാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ മാത്രം പ്രത്യേകം വേറിട്ട് നിൽക്കുമ്പോഴുള്ള സൗന്ദര്യം കാണാൻ വേറെ തന്നെ രസമാണ്. അതിന് മാച്ച് ചെയ്യുന്ന നല്ല ഫ്രീക്കൻ ഡ്രസ്സുകളും കൂടി ഇരിക്കുമ്പോൾ ഇവളുടെ അഴകളവുകളൊക്കെ പ്രത്യേകിച്ച് എടുത്തറിയാൻ പറ്റും എല്ലാവർക്കും. ഒന്ന് ചൂഴ്ന്നു നോക്കേണ്ട ആവശ്യം പോലും ഇല്ല. ആ കൊച്ചു സുന്ദരിക്ക് നാട്ടിൽ തന്നെ ആരാധകർ വളരെ അധികമായിരുന്നു. ഇതുവരെ പ്രേമത്തിലൊന്നും പോയി ചാടിയിട്ടില്ല. അത് അവളുടെ ഫാമിലിയിൽ തന്നെ കുടുംബത്തിൽ തന്നെ ദൈവഭയത്തിൽ വളർത്തിയത് കൊണ്ടാണെന്നുള്ള ഒരു അഭിമാനവും അവൾക്കുണ്ട്. പ്രാർത്ഥനയും പള്ളിയും ഒക്കെയായി നടക്കുന്ന ഒരു പാവം കുട്ടി. നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴായിരുന്നു അവൾക്ക് ലണ്ടൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നിയത്. അങ്ങനെ ഒരു തവണ നാട്ടിലേക്ക് വന്നു. ആ ലീവ് എടുത്തു കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് അവിടെ തന്നെ നിന്നാൽ മതിയായിരുന്നു എന്നുള്ളൊരു തോന്നൽ. പൊതുവെ എല്ലാവരും പറയുന്നത് ആ നാട്ടിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ്, നമ്മുടെ നാടിനെ പിന്നെ വേണ്ടാതെയാവും എന്നൊക്കെയല്ലേ. ലാവണ്യക്കും അങ്ങനെ തന്നെയാണ് എക്സ്പീരിയൻസ് ചെയ്തത്. അതുകൊണ്ട് അടുത്ത തവണ നാട്ടിലേക്ക് പോവാനുള്ളത് അവൾ 1 വർഷം കഴിഞ്ഞിട്ട് മതിയെന്നാക്കി. അങ്ങനെ 2 വർഷത്തിലധികം സമയമെടുത്താലേ ഇനി അവൾക്ക് നാട്ടിലേക്ക് വരാൻ പറ്റുകയുള്ളൂ. എന്നാൽ ഈ സമയത്താണ് ആൾക്കൊരു അക്കിടി മനസ്സിലായത്. അവിടെ ജോലി എടുത്തു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നന്നായി ടയേർഡാവുമ്പോൾ വീടിനെയും പാരന്റ്സിനെയും ഒക്കെ മിസ് ചെയ്യുന്നുണ്ട്. നാട്ടിലേക്ക് പോവാനാണെങ്കിലോ ഇനി ഒരുപാട് കാലം കാത്തിരിക്കുകയും വേണം. അബദ്ധമായല്ലോ ഈശ്വര, ഞാൻ മണ്ടത്തരമാണോ കാണിച്ചേ? അവൾ മനസ്സിലോർത്തു. ഇനിയിപ്പോ ഇങ്ങനെ പോവുക തന്നെ, വേറെ വഴിയില്ലല്ലോ. പെട്ടെന്ന് ലക്കെന്ന് പറയട്ടെ, അവൾക്ക് അവിടെ ഹോം കെയറിനായിട്ട് അപ്ലൈ ചെയ്തിരുന്ന സ്ഥലത്ത് ആ ആപ്ലിക്കേഷൻ സാങ്ഷനായി. സന്തോഷത്തോടെ ഉള്ള കാര്യം എന്തായിരുന്നെന്ന് വെച്ചാൽ അതൊരു മലയാളി ഫാമിലി ആയിരുന്നു. അവിടെ ഒരു മുത്തശ്ശനെ നോക്കണം. മുത്തശ്ശന്റെ പേര് ടോം എന്നാണ്. ഒരു ക്രിസ്ത്യൻ ഫാമിലി, ഓർത്തഡോക്സ് ഫാമിലി തന്നെയാണ് ലാവണ്യയുടേതുപോലെ തന്നെ. ആ ഫാമിലിയിൽ ഏതാണ്ട് ഒരു 6 മാസക്കാലമായി ബെഡ് റെസ്റ്റിൽ കഴിയുകയാണ് ടോം മുത്തശ്ശൻ. അവൾ അങ്കിൾ എന്നാണ് വിളിക്കുന്നത്. ടോം അങ്കിളിന് ഇപ്പോൾ വയസ്സ് ഏതാണ്ട് 60 ഉണ്ട്. ആ 60 വയസ്സ് കഴിഞ്ഞപ്പോഴേക്കും തന്നെ ആള് കിടപ്പ് രോഗിയായി. ചെറുപ്പത്തിലോ ചെറിയ യുവത്വ കാലത്തിലോ ഒക്കെ ഉണ്ടായിരുന്ന എന്തോ ഒരു ആക്സിഡന്റ് ആണ് ആൾക്ക് ഇപ്പോൾ വിനയായിരിക്കുന്നത്.
അങ്ങനെ ജോലി ചെയ്യുന്ന മക്കളും പേരക്കുട്ടികളും ഒക്കെയുള്ള ആ വീട്ടിൽ ആളെ നോക്കാൻ പരിചാരകരെ എന്തായാലും ആ വീട്ടുകാർക്ക് ആവശ്യമായിരുന്നു. ഒരു നഴ്സ് തന്നെ ആകുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ എളുപ്പമാകുമല്ലോ. പ്രായത്തിൻ്റെതായ അസ്വസ്ഥതകളും ആവശ്യത്തിലധികം മെഡിസിൻസും കഴിക്കാനുള്ളത് കൊണ്ട് ടോം അങ്കിളിന് ഒരു നഴ്സിന്റെ ശുശ്രൂഷ ഏറ്റവും അത്യാവശ്യമായ സമയമായിരുന്നു. ആദ്യമായിട്ടായിരുന്നു ലാവണ്യ ഈ ഫീൽഡിൽ. ഹോസ്പിറ്റലിൽ മാത്രം വർക്ക് ചെയ്തിട്ടുള്ള അവൾക്ക് ഒരു ഹോം കെയറിനെ പറ്റി വലിയ പിടിയൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ചു കാലത്തെ ട്രെയിനിങ്ങിൽ കൊണ്ട് അവൾക്ക് അതിനുള്ള കോൺഫിഡൻസ് ഒക്കെ ആയി. ആദ്യമായിട്ട് തനിക്ക് കിട്ടിയിരിക്കുന്ന തന്റെ ആ പേഷ്യന്റിനെ നല്ല രീതിയിൽ തന്നെ കെയർ ചെയ്യാനാണ് അവളും വിചാരിച്ചിരിക്കുന്നത്. സന്തോഷത്തോടെ ആ വീട്ടിലേക്ക് കയറി ചെന്നു. അവളെ വളരെ നല്ല ഒരു സ്വീകരണമായിരുന്നു അവിടെ കിട്ടിയിരുന്നത്. ടോം അങ്കിളിനെ റൂം പരിചയപ്പെടുത്തി കൊടുക്കുന്നതും എന്താവശ്യമുണ്ടെങ്കിലും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യണമെന്നുമൊക്കെ അവിടുത്തെ അമ്മയും വീട്ടുകാരും ഒക്കെ പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ അവൾ തന്റെ ആ പുതിയ ജോലി ഏറ്റെടുത്തു. ലാവണ്യെ കണ്ടപ്പോൾ ടോം അങ്കിളിന് ആദ്യം വളരെ അപരിചിതമാണ് തോന്നിയത്. ആരാ എന്താന്നൊക്കെ അയാൾ ചോദിക്കുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഓർമ്മക്കുറവും ഉണ്ടാകാറുണ്ടത്രേ. അവൾക്ക് സങ്കടമായി. പാവം, അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. മെഡിസിൻസ് ഒക്കെ ഇടയ്ക്ക് സ്കിപ്പാകുന്നത് കൊണ്ടാണ് ഈ ഏജിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഇനി ഏതായാലും ഞാനുണ്ടല്ലോ, നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട. അത് പറഞ്ഞപ്പോൾ ഭയങ്കര ആശ്വാസമാണ് ആ വീട്ടുകാർക്കൊക്കെ തോന്നിയത്. ആ വീട്ടിലുണ്ടായിരുന്ന മോനും മോളുമൊക്കെ പ്രൊഫഷണൽ വർക്കേഴ്സാണ്. അവരെല്ലാവരും രാവിലെ പോയാൽ പിന്നീട് രാത്രി എത്തുകയുള്ളൂ. അച്ഛനെ നോക്കാൻ ഒരു കണക്കിന് അവർക്ക് സമയമില്ലെന്ന് സാരം. ആദ്യത്തെ ദിവസം തന്നെ അവൾക്കൊരു സൺഡേ ആയിരുന്നു പോവാനുള്ളത്. പതിവ് പോലെ പള്ളിയിൽ പോയി നന്നായി പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞപ്പോൾ എന്തോ ഫ്രഷ്നെസ്സും എനർജിയും ഒക്കെ കിട്ടിയതുപോലെ. അങ്ങനെ ലാവണ്യ ആദ്യമായി ആ വീട്ടിലേക്ക് ഇപ്പോൾ പോവുകയാണ് തന്റെ ജോലിക്ക് വേണ്ടി. ആദ്യമായി ചെന്ന് ആ വീടിനെയും വീട്ടുകാരെയും അവിടുത്തെ ടോം അങ്കിളിനെയും ഒക്കെ പരിചയപ്പെട്ടു എന്നല്ലാതെ അന്ന് യാതൊരു കെയറിങ്ങും കൊടുത്തിരുന്നില്ല. ഇന്ന് തൊട്ടാണ് ഒഫീഷ്യലി തന്റെ ഈ ഹോം കെയർ വർക്ക് ആരംഭിക്കുന്നത്. ആവശ്യത്തിനുള്ള എക്യുപ്മെന്റ്സും തന്റെ കാര്യസാധനങ്ങളും ഒക്കെ എടുത്തിട്ടാണ് അവൾ പോകുന്നത്. പ്രത്യേകിച്ച് യൂണിഫോം ധരിക്കാനുണ്ട് കേട്ടോ ഇവർക്ക്. ഒരു വൈറ്റ് ഓവർകോട്ട് പോലെ ഉള്ളൊരു ഷർട്ട് ധരിക്കണം. സാധാരണ ഇട്ടിരിക്കുന്ന ആ ഡ്രസ്സിന്റെ പുറമെയാണ് അത് ധരിക്കേണ്ടത്. അതിൻ്റെ ഒപ്പം ഒരു പാൻ്റ് ഉണ്ട്. എങ്കിലും അതാരും ധരിക്കാറില്ല പ്രത്യേകിച്ച്. കാരണം വീട്ടിലാണല്ലോ, ഹോസ്പിറ്റലിലൊന്നുമല്ല. അതുകൊണ്ട് അതില്ലെങ്കിലും പേടിക്കാനില്ല എന്ന മട്ടിലാണ് ബാക്കി വർക്ക് ചെയ്യുന്ന ചേച്ചിമാരൊക്കെ അവൾക്ക് കൊടുത്ത ഉപദേശം. അവൾ അതുകൊണ്ട് തന്റെ ആ ഷർട്ട് പോലെയുള്ള ആ വൈറ്റ് കോട്ട് എടുത്ത് ഇട്ടിരിക്കുന്ന ആ കുർത്തിക്ക് മേലെ അവൾ ധരിച്ചു. ടോം അങ്കിളിന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ അയാൾ വീണ്ടും ചോദ്യഭാവത്തിൽ നോക്കി. നല്ല സുന്ദരനാണ് ടോം അങ്കിൾ. നല്ല വെളുത്ത നിറം. ആൾ നല്ല തടിയുണ്ട് കേട്ടോ. അത്യാവശ്യം തടിച്ച് ഉരുണ്ടിരിക്കുന്ന ശരീരപ്രകൃതിയാണ്. എന്തായാലും പാരമ്പര്യമായി തന്നെ റിച്ച് ആയിട്ടുള്ള ഫാമിലിയാണ് അവരുടേത്. അതുകൊണ്ടാവും അത്യാവശ്യം കുടവയറൊക്കെ ഉണ്ട്. ഒരുപാട് നാളായി ഷേവ് ചെയ്തിട്ട് നരവീണിരിക്കുന്ന ആ കുറ്റിത്താടിയും കുറ്റിമുടിയും മുഖം മുഴുവനും പ്രായമായതിന്റെ ക്ഷീണവും ഒക്കെ ആയിട്ട് ആൾ ടയേർഡായിരിക്കുകയാണ്. ഒരു ടീഷർട്ടും അതിൻ്റെ ഒപ്പം ഒരു ഷോർട്സുമാണ് ധരിച്ചിരുന്നത്. ആദ്യം തന്നെ അവൾക്ക് ബോഡി ഒന്ന് ഫുൾ വൈപ്പ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ആളുടെ അടുത്തിരുന്ന് അല്പനേരം അവൾ സംസാരിച്ചു. ഞാനാണ് അങ്കിളിന്റെ പുതിയ ഹോം നേഴ്സെന്നും എല്ലാ കാര്യങ്ങളും ഇനി ഞാനാ ശ്രദ്ധിക്കുന്നതെന്നും പറഞ്ഞു. എന്തെങ്കിലും ബുദ്ധിമുട്ടോ അസ്വസ്ഥതകളോ ഉണ്ടെങ്കിൽ എന്നോട് തുറന്നു പറയാൻ മടിക്കരുത് ട്ടോ. ഒരു മോളെ പോലെ തന്നെ കണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരാം. അയാളൊന്ന് ചിരിക്കുക മാത്രം ചെയ്തു. മറുപടി ഒന്നും പറഞ്ഞില്ല. ചിലപ്പോൾ സംസാരിക്കില്ലായിരിക്കും, അവൾ മനസ്സിൽ വിചാരിച്ചു. ആളുടെ ഡ്രസ്സൊക്കെ മാറ്റി നല്ല രീതിയിൽ അവൾ ക്ലീൻ ചെയ്തു. അഡൾട്ട് ഡയപ്പറൊക്കെ ധരിപ്പിച്ച് നല്ല സുന്ദര കുട്ടപ്പനായി തന്നെ കിടത്തി. ആദ്യമായിട്ടാവും അത്ര സ്നേഹത്തോടെ ഒരാൾ ബോഡി കെയർ ചെയ്യുന്നത്. ആ ഒരു സന്തോഷം അവളൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ടോം അങ്കിളിന്റെ മുഖത്ത് ഉണ്ടായിരുന്നു. അങ്കിളിന് ബോഡി പാർട്സ് ഒന്നുപോലും അനക്കാൻ പറ്റില്ലേ? അവൾ ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, എനിക്ക് കൈ അനക്കുന്നതിന് പ്രശ്നമില്ല, ജസ്റ്റ് കൈ മാത്രം അനക്കാം. 2 കൈയും മുട്ടുകൈക്ക് താഴെ വരെ അനങ്ങും. എന്ത് പറ്റിയതായിരുന്നു? അവൾ ചോദിച്ചു. ചെറുപ്പത്തിലുണ്ടായിരുന്ന ഒരു ആക്സിഡന്റും അത് സംബന്ധിച്ച് അയാളുടെ ആ നാടിഞരമ്പുകളിൽ സംഭവിച്ചിരുന്ന ചതവുമൊക്കെയാണ് ഇപ്പോൾ പ്രായമായപ്പോൾ വീണ്ടും ഈ അസുഖം വരാൻ കാരണമായത്. ഇപ്പോൾ ഈയിടെയായി ഒന്നും കൂടെ വീണിരുന്നു അത്രേ. അങ്ങനെ ആയപ്പോൾ അത് കടുത്തുപോയി.
ബെഡ് റെസ്റ്റ് തന്നെ വേണമെന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ആൾ പാരാലിസിസ് ഒന്നുമല്ല, പക്ഷേ വേദനയും പേടിയും ഉള്ളത് കൊണ്ട് നടക്കാൻ വല്ലാത്ത മടി. അങ്ങനെയാണ് ഈ കിടപ്പിലായിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ ഫിസിയോതെറാപ്പിയും നല്ലൊരു നഴ്സിന്റെയും ഡോക്ടറിന്റെയും പരിചരണവും ഉണ്ടെങ്കിൽ തീർച്ചയായും 1-2 മാസങ്ങൾക്കുള്ളിൽ നടക്കാൻ പറ്റുമത്രേ. അയാളുടെ ആ ഫയൽ വായിച്ചപ്പോൾ അവൾക്ക് അത്ഭുതമായി. അത് ശരി, അപ്പോൾ ഈ 6 മാസമായെങ്കിൽ വെറുതെ ബെഡിൽ ഇങ്ങനെ കിടക്കുകയായിരുന്നോ? ഓടി നടക്കേണ്ട സമയത്ത് ഇങ്ങനെ കിടന്നാലോ? നല്ല രീതിയിൽ ലൈഫ് ഇപ്പോഴല്ലേ എൻജോയ് ചെയ്യേണ്ടത്. കൊച്ചു കുട്ടികളെ പോലെ സന്തോഷിക്കാൻ കിട്ടുന്ന പ്രായമല്ലേ ഈ 60 വയസ്സൊക്കെ. 6 വയസ്സുള്ള കുട്ടികളെ പോലെ തുള്ളിച്ചാടി നടക്കേണ്ട പ്രായം. അയാൾ ഒന്നും മിണ്ടിയില്ല, ചിരിക്കുക മാത്രം ചെയ്തു. പിന്നീട് ഓരോ ദിവസവും ലാവണ്യയുടെ സാന്നിധ്യം ആൾക്ക് ഒരുപാട് സന്തോഷം കൊടുക്കുമായിരുന്നു. അങ്ങനെ വീട്ടിലൊക്കെ ടോമങ്കിളിനോട് ഒരുപാട് സംസാരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. വീട്ടിൽ എപ്പോഴും ജോലിക്ക് വന്നിരുന്ന പഴയ ഹോം നേഴ്സ് അയാൾക്ക് ഇത്ര കെയറും കൊടുക്കുമായിരുന്നില്ല. ലാവണ്യ വന്നതിൽ പിന്നെ 2 ആഴ്ചയ്ക്കുള്ളിൽ നല്ല ചേഞ്ച് കണ്ടു തുടങ്ങി. അവളുടെ കെയറിങ്ങും മറ്റു കാര്യങ്ങളുമൊക്കെ ആളുടെ ദേഹത്തുണ്ടായിരുന്ന ബെഡ് സോർ പോലെയുള്ള എല്ലാ അസുഖങ്ങളും മാറ്റിക്കൊടുത്തു. കറക്റ്റായി മരുന്ന് കൊടുക്കുന്നത് കൊണ്ട് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഓർമ്മയുണ്ട്. എല്ലാവരെയും നന്നായി തിരിച്ചറിയും, സംസാരിക്കും. പഴയ ഉഷാറായ ഗ്രാൻഡ് പയെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലായിരുന്നു ടോമങ്കിളിന്റെ പേരക്കുട്ടികളൊക്കെ. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പേരക്കുട്ടികളും മറ്റുള്ളവരുമൊക്കെ ആളുടെ ഒപ്പം റൂമിൽ ചിലവഴിക്കുന്നുണ്ട്. എന്തൊരു സന്തോഷമാണെന്നറിയാമോ എല്ലാവർക്കും. ലാവണ്യയുടെ കെയറിനെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ ആരും ഇപ്പോൾ മറക്കാറില്ല. അവൾക്കും ഭയങ്കര സന്തോഷമാണ്. താൻ എന്തായാലും ഒരു വീട്ടിൽ വന്നിട്ട് ഇത്രയും നല്ല രീതിയിൽ തന്നെ അപ്രിസിയേഷൻ കിട്ടിയല്ലോ. തന്റെ ആദ്യ ജോലിക്ക് ദൈവം തന്ന അനുഗ്രഹമാണിത്, അവൾ മനസ്സിലോർത്തു. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞു. ടോമങ്കിളുമായി ലാവണ്യ ഇപ്പോൾ വല്ലാതെ അടുത്തു. അങ്കിളിന്റെ പഴയകാല വീരചരിത്രങ്ങളൊക്കെ കേൾക്കുകയാണ് ഇപ്പോൾ അവളുടെ പണി. ചിരിച്ചുകൊണ്ട് ഒരു കൊച്ചുകുട്ടിയുടെ കൗതുകത്തോടെ അവൾ അതൊക്കെ കേൾക്കും. കാരണം അവളുടെ ഗ്രാൻഡ് പയുടെ പ്രായമുണ്ട് ഏതാണ്ട് ടോമങ്കിളിന്. തന്റെ ചെറുപ്പകാലത്തെ വീരകൃത്യങ്ങളൊക്കെ പറയലായിരുന്നു അയാളുടെയൊക്കെ എപ്പോഴുമുള്ള ടൈം പാസ്. അവൾ സ്വന്തം മുത്തശ്ശനെ തന്നെയാണ് ടോമങ്കിളിൽ കണ്ടത്. ഒരു പക്ഷേ നമുക്കതൊക്കെ തള്ളായിട്ട് തോന്നുമെങ്കിലും അത് കേട്ട് നമ്മൾ ഇരിക്കുമ്പോൾ അവർക്ക് ഭയങ്കര അഭിമാനമാണ് കേട്ടോ. വളരെ ചിരിയോടെ ലാവണ്യ അതെല്ലാം കേട്ടിരിക്കും. അതെയോ, ആണോ എന്നൊക്കെയുള്ള അവളുടെ അത്ഭുതം നിറഞ്ഞ ഓരോ ചോദ്യവും കണ്ണു തള്ളിയുള്ള എക്സ്പ്രഷനും ഒക്കെ പുള്ളിക്ക് വീണ്ടും വീണ്ടും ഭയങ്കര വീരപരിവേഷം കൊടുക്കും. ടോമങ്കിൾ വളരെ ഉഷാറിലാണ് അയാളുടെ ഓരോരോ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ആ കഥകളൊക്കെ എപ്പോഴോ പുള്ളി പണ്ട് ഒരുപാട് ലോകം ചുറ്റാൻ പോയിരുന്നെന്നും ഞാൻ ഇങ്ങനെയൊന്നും കിടക്കുന്ന ആളായിരുന്നില്ല എന്നുമൊക്കെയായി. അങ്ങനെ തായ്ലൻഡിലും ബാങ്കോക്കിലും പട്ടായയിലും ഒക്കെ പോയ കഥകളുടെയൊക്കെ ചുരുളഴിക്കാൻ തുടങ്ങി. കൗതുകത്തോടെ അവൾ ഇതൊക്കെ കേട്ടിരുന്നു. ഇടയ്ക്കിടയ്ക്ക് താൻ എന്തിനാണ് ബാങ്കോക്കിലും പട്ടായയിലും മാത്രം പോകുന്നതെന്ന് അറിയാമോ എന്ന് അവളോട് ചോദിച്ചു. ഇല്ല, എന്താ എന്നവൾ പറഞ്ഞപ്പോൾ അത് നിനക്ക് ഇത്രയും പ്രായമായിട്ടും അറിയില്ലേ, അവിടെ നല്ല 1-ാം തരം മസാജ് കിട്ടും പുള്ളി പറഞ്ഞു. ആഹാ, അതിപ്പോ എന്താ, മസാജ് പഠിച്ചിട്ടുള്ള ഒരു നല്ല ആളുടെ അടുത്ത് പോയാൽ ഏത് നാട്ടിലായാലും മസാജ് കിട്ടുമല്ലോ, അവൾ പറഞ്ഞു. ഈ പെണ്ണ് ഇത്ര നിഷ്കളങ്കയും പൊട്ടിയുമായിരുന്നോ? അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്തേ? അവൾക്ക് വീണ്ടും അറിയാൻ കൗതുകമായി. അതോ, അവിടെ കിട്ടുന്ന മസാജൊന്നും ചെറിയ മസാജൊന്നും അല്ല മോളെ, വേറെ ലെവലാണ്. ടോമങ്കിൾ തന്റെ ചെറുപ്പപ്രായത്തിലേക്ക് എത്തിയതുപോലെ പുള്ളിക്ക് എല്ലാ ഊർജ്ജസ്വലതയും തിരിച്ചു കിട്ടി. സന്തോഷത്തോടെ ആൾ തന്റെ ഇടയ്ക്കിടയ്ക്കുള്ള വീരകൃത്യങ്ങളിൽ, തന്റെ പൊട്ടിത്തെറിച്ച് നടന്ന പ്രായങ്ങളിൽ ഓരോ മാതാമ്മമാരെയും അന്യഭാഷക്കാരികളെയും ഒക്കെ വളച്ച കഥയും പറയാൻ തുടങ്ങി. വളച്ച് കിട്ടിയിട്ടുള്ള ഓരോ റിലേഷൻസിന്റെ സുഖം വേറെ തന്നെയായിരുന്നു. കല്യാണത്തിന് മുമ്പ് ഞാനൊരു 1-ാം തരം കളിവീരൻ തന്നെയായിരുന്നു, പുള്ളി പറഞ്ഞു നിർത്തി. അമ്പോ, അങ്കിളാള് കൊള്ളാമല്ലോ. ഞാൻ വിചാരിച്ച പോലെ ഒരു നിഷ്കളങ്കനായ അപ്പാപ്പനൊന്നും അല്ലല്ലേ, അവൾ ചിരിച്ചു. എടി പെണ്ണെ, നിനക്ക് ഞാൻ നിഷ്കളങ്കനാണെന്നുള്ള എന്തേലും വിചാരം മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് മാറ്റിവെച്ചേരെ. ഞാൻ അത്ര നിഷ്കളങ്കനൊന്നും അല്ല കേട്ടോ, അവൾ പറഞ്ഞു. ചിരിച്ചു രണ്ടുപേരും. ടോമങ്കിളിന് പിന്നെ അവളില്ലാത്ത ദിവസം ഭയങ്കര ബോറടിയായി. എല്ലാ ദിവസവും ലാവണ്യയെ കണ്ടുകൊണ്ടാണ് അയാളുടെ ഓരോ ദിവസവും തുടങ്ങുന്നത്. വൈകിട്ടാകുമ്പോൾ അവൾ പോകുകയാണെന്ന് പറയുമ്പോൾ അയാൾക്കൊരു സങ്കടമാണ്. നീ പോകുന്നത് എന്തിനാ? നിനക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ ഇവിടെ തന്നെ താമസിച്ചുകൂടെ? ഈ വലിയ വീട്ടിൽ എന്തോരം സ്ഥലമാണുള്ളത്. ഇപ്പോൾ ടോമങ്കിളിന് എഴുന്നേറ്റൊക്കെ ഇരിക്കാം. അത്യാവശ്യം സ്വന്തം കാര്യങ്ങളൊക്കെ എഴുന്നേറ്റിരുന്ന് അയാൾ ചെയ്യും. നടക്കാൻ കൂടി സെറ്റായി കഴിഞ്ഞാൽ ഇനി ഒരു ഹോം നഴ്സിന്റെ പോലും ആവശ്യമില്ല, അവൾ പറഞ്ഞു.
അയാൾക്ക് സങ്കടമായി. അങ്ങനെയാണെങ്കിൽ നടക്കാതിരിക്കുന്നതാ എനിക്കിഷ്ടം. നിന്നെ എനിക്ക് മിസ് ചെയ്യാൻ വയ്യ. പുള്ളി പറഞ്ഞു. എന്തേ, അത്രയ്ക്കിഷ്ടമാണോ എന്നെ? പിന്നല്ലാതെ, നിന്നെ ഇഷ്ടപ്പെടാത്തവരാരുണ്ട്? നീ ഒരു കൊച്ചു മാലാക സുന്ദരിയല്ലേ. ഇത്രയും സൗന്ദര്യമുള്ള ഒരു നഴ്സിനെ ഞാൻ കണ്ടിട്ടില്ല. അങ്കിളിന്റെ സംസാരമൊക്കെ വേറെ ടോണിലേക്കാവുന്നത് ലാവണ്യ ശ്രദ്ധിച്ചിരുന്നു. അവൾക്ക് ചിരി വന്നു. എന്തിനാ ഇപ്പോ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ ഒരിടത്തും പോകുന്നില്ല, പോരെ? അങ്ങനെ അന്ന് അങ്കിളിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവൾ പോയി. പിറ്റേ ദിവസം വന്നപ്പോൾ ആള് പിണങ്ങിക്കിടക്കുകയാണ്. നീ ഇന്നലെ നല്ല രീതിയിൽ വാഷ് ചെയ്തില്ലല്ലോ. എനിക്ക് അവിടെയും ഇവിടെയും ഒക്കെ ചെറിയ ഇറിറ്റേഷൻസ് ഉണ്ട്. അതെയോ? തന്റെ ഒരു ജോലിയിൽ താൻ കാരണം ആ പേഷ്യന്റിന് എന്തെങ്കിലും അപാകതയുണ്ടായാൽ അവൾക്ക് സഹിക്കില്ല. അത്രയും പ്രൊഫഷണലായിട്ടായിരുന്നു ലാവണ്യ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്തിരുന്നത്. എന്ത് പറ്റിയെങ്കിൽ? അയാൾ സങ്കടത്തോടെ തന്റെ അരക്കെട്ടിലേക്ക് ചൂണ്ടി. ദാ ഇവിടെ വല്ലാത്ത ഇറിറ്റേഷൻ ഉണ്ട്, ഒന്ന് ക്ലീൻ ചെയ്യാമോ? പിന്നെന്താ? അവൾ ഡയപ്പറൊക്കെ മാറ്റി നല്ല രീതിയിൽ ക്ലീൻ ചെയ്തു. അത്യാവശ്യം കാർഡുണ്ടായിരുന്നു അവിടെ. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാതെ എങ്ങനെയാണ് ഇച്ചിങ് ഒക്കെ മാറുക? ഞാനിപ്പോൾ ശരിയാക്കി തരാം കേട്ടോ. ട്രിമ്മർ എടുത്ത് അവൾ അവിടെയെല്ലാം നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് കൊടുത്തു. ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് നിഷ്കളങ്കനെ പോലെ കിടക്കുന്ന ടോമങ്കിളിന്റെ ആ ഭാഗത്തേക്ക് നോക്കി അവൾ പറഞ്ഞു. കണ്ടാൽ ഒരു കൊച്ചുകുട്ടിയുടേതുപോലെ. എത്ര ഓമനത്വമാണുള്ളത്. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ അയാളത് സത്യം പറഞ്ഞാൽ വേറെ രീതിയിലാണ് എടുത്തത്. അത്ര കൊച്ചുകുട്ടിയൊന്നുമല്ല, നീ ഒന്ന് അടുത്തേക്ക് വന്നിരുന്ന് നോക്കിക്കേ. അവൾക്ക് പെട്ടെന്ന് അങ്ങനെയുള്ള ടോമങ്കിളുടെ സംസാരം കേട്ടപ്പോൾ എന്തോ ഒരു വല്ലായ്മ. നിനക്ക് ബുദ്ധിമുട്ടായോ ഞാൻ അങ്ങനെ പറഞ്ഞത്? ഏയ് ഇല്ല അങ്കിൾ. അവൾ പെട്ടെന്ന് ഓർമ്മയിൽ നിന്ന് ചിരിച്ചു വന്നു. മോളൊന്നും വിചാരിക്കണ്ട കേട്ടോ, ഞാൻ നീ എനിക്ക് തരുന്ന ആ ഫ്രീഡത്തിൽ പറഞ്ഞതാണ്. ഓ അതിനെന്താ അങ്കിൾ, നോ വറീസ്, എനിക്ക് പ്രശ്നമൊന്നുമില്ല. അത് കേട്ടപ്പോൾ ടോമങ്കിളിനും ആശ്വാസമായി. പിന്നീട് ഇടയ്ക്കിടയ്ക്ക് ഈ ഷേവിങ്ങും അവരുടെ ട്രിമ്മിങ്ങും ഒക്കെ പതിവായി. അവൾക്ക് ആളെ ഡ്രസ്സ് മാറ്റി കിടത്താനൊന്നും ഇപ്പോൾ യാതൊരു മടിയുമില്ല. കണ്ട് കണ്ട് ശീലമായതുപോലെ ടോമങ്കിളിനും അവളുടെ മുൻപിൽ പ്രത്യേകിച്ച് ഇപ്പോൾ നാണമൊന്നുമില്ല കേട്ടോ. ഒരു ദിവസം ഈ ക്ലീനിങ്ങിന്റെ ഇടയിൽ അവളുടെ സ്ഥാനം മാറിക്കിടുന്ന വസ്ത്രത്തിനുള്ളിലേക്ക് നോക്കിയപ്പോൾ പുള്ളിക്ക് ആ കരിമ്പിൻ തണ്ടിന്റെ അനക്കം പോലെ. എന്തു പറ്റി മോളെ, നീ എന്താ പെട്ടെന്ന് കൈവലിച്ചത്? അയാൾ ചോദിച്ചു. ഒന്നുമില്ലെങ്കിൽ ഇവിടെ ഒരു അനക്കം. അയാൾ പൊട്ടിച്ചിരിച്ചു. ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞതല്ലേ, ഞാൻ ഒരു ഓമന കുഞ്ഞൊന്നുമല്ല എന്ന്. ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ എന്റെ പൗരുഷം എങ്ങനെയാണെന്ന്? അവൾ അന്തിച്ചുപോയി. ഇതുവരെ കണ്ടിട്ടുള്ള ടോമങ്കിളിന്റെ ആ ഭാവമായിരുന്നില്ല താഴെ ഇപ്പോൾ ഉണ്ടായിരുന്നത്. പൂർവ്വരൂപം പ്രാപിച്ചു കിടക്കുന്ന ആ ഉഗ്രസാധനത്തെ കണ്ടപ്പോൾ അവളൊന്ന് ഞെട്ടി. ഇത് ഉശിരനാണല്ലോ. അവൾ ടോമങ്കിളിനെ നോക്കി വശ്യമായൊരു ചിരി ചിരിച്ചു. പിന്നല്ലാതെ. അവൾ മുഖത്തേക്ക് നോക്കി. ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്നുള്ള മട്ടിൽ. ഒരു കാര്യം ചെയ്യുമോളെ, നീ ആ ഡോറൊന്ന് പൂട്ടിയിട്. അയ്യോ എന്തിനാ അങ്കിൾ? ഞാൻ പറയുന്നത് പോലെ ചെയ്യൂ. ഈ സമയത്ത് ആരെങ്കിലും ഇപ്പോൾ ഇങ്ങോട്ട് വന്നാൽ അത് നിന്നെ തെറ്റിദ്ധരിക്കാനിടയാവും. ശരിയാണ്, അങ്കിൾ പറഞ്ഞതിലും കാര്യമുണ്ട്. അവൾ ചെന്ന് ഡോറ് ക്ലോസ് ചെയ്തു. ക്ലീൻ ചെയ്യുന്നതിനിടയിൽ അവൾ കാര്യമായി തന്നെ ചെറിയൊരു മസാജും പാസ്സാക്കി. അങ്കിളിന് നന്നേ അത് ബോധിച്ചു. എത്ര കാലമായെന്നറിയാമോ മോളെ, നീ ഇവിടെ ജോലിക്ക് വരാൻ തുടങ്ങിയിട്ടിപ്പോൾ 2 മാസമായില്ലേ? അതും കൂട്ടിയാൽ മൊത്തം 8 മാസമായി ഞാൻ ഈ കിടപ്പ് കിടന്നിട്ട്. അതിനു മുന്നേ 1 മാസം പോലും ഞാൻ ഒരു കാര്യവും സ്കിപ്പ് ചെയ്യാറില്ലായിരുന്നു. ഇതിപ്പോൾ ഇത്ര മാസമായി നല്ലപോലെ ഒന്ന് സുഖിച്ചിട്ട്. നീ വിചാരിച്ചാൽ എന്നെ ഒന്ന് സുഖിപ്പിക്കാൻ പറ്റും. മോൾക്ക് എന്താ പറ്റില്ലേ? അങ്കിൾ സ്നേഹത്തോടെ അവളോട് ചോദിച്ചപ്പോൾ അവൾക്ക് നിരസിക്കാൻ കഴിഞ്ഞില്ല. ഇത്രയും നാളത്തെ അയാളുള്ള ഇഷ്ടം മുഴുവനും അവളുടെ മനസ്സിലുണ്ടായിരുന്നു. സന്തോഷത്തോടെ കൈകൊണ്ടൊരു കുലുക്കൽ അവൾ പാസാക്കി. സ്വർഗം കണ്ടു അങ്കിളെന്ന്. ആഹാ, നിന്നെ കൊണ്ട് ഇത്രയും പറ്റുമെങ്കിൽ ഇതിന്റെ അപ്പുറവും പറ്റുമെന്ന് എനിക്കിപ്പോൾ അറിയാം. നീ നിന്റെ കഴിവിന്റെ വളരെ കുറച്ചു ഭാഗമല്ലേ മോളെ പുറത്തെടുത്തിട്ടുള്ളൂ. അതൊക്കെ അങ്കിളിന് ഒരു ദിവസം നീ പുറത്തെടുത്ത് കാണിച്ചു തരണം കേട്ടോ. അങ്കിൾ അവളുടെ മുൻവശത്തേക്ക് നോക്കി പറഞ്ഞു. അവൾ നാണം കൊണ്ട് ചിരിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അങ്കിളിന്റെ ഈ ആഗ്രഹമൊക്കെ കൂടിക്കൂടി വരുന്നതായി അവൾക്ക് മനസ്സിലായി. അത് മാത്രമല്ല, അവളുടെ പരിചരണത്തിന്റെ ഒപ്പം ഇതുപോലെ കുറച്ച് മസാലയും കൂടെ ചേരുമ്പോൾ ആള് വേഗം ഉഷാറാവുന്നുണ്ട്. അതവൾക്ക് കൂടുതൽ സന്തോഷം കൊടുക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടെന്താ, ഓരോ ദിവസവും അങ്കിളിന്റെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കാൻ ഇപ്പോൾ അവളും മുൻകൈ എടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മുറിയിൽ കയറുമ്പോൾ തന്നെ ഡോറ് ക്ലോസ് ചെയ്യാൻ അവൾ ഇപ്പോൾ മറക്കാറില്ല. അതുപോലെയുള്ള കുൽസിതങ്ങളൊക്കെയാണ് ഇപ്പോൾ മുറിയിൽ നടക്കാറുള്ളത്. യൂണിഫോമിന്റെ ഒപ്പമുള്ള ആ വെള്ളക്കോട്ട് മാത്രമേ അവൾ ഇപ്പോൾ ധരിക്കാറുള്ളൂ. വെള്ളക്കോട്ട് മാത്രമെന്ന് പറഞ്ഞാൽ അതെ, ആ വെള്ളക്കോട്ട് മാത്രം.
മറ്റു വസ്ത്രങ്ങളൊന്നും ഇപ്പോൾ ധരിക്കുന്നില്ല. അങ്കിളിന് കിട്ടിയിരുന്ന ആ നയനസുഖത്തിന്റെ ആനന്ദം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അവളുടെ ശരീരത്തിന്റെ ഓരോ അളവുകളും ഇപ്പോൾ അയാൾക്ക് കാണാപ്പാടമായി. അവളും എല്ലാം പ്രദർശിപ്പിച്ച് തന്നെ ആനന്ദിച്ചു കൊണ്ടിരുന്നു. അയാളെ കൊണ്ടാവുന്ന രീതിയിലുള്ള ആ സന്തോഷ പ്രകടനങ്ങൾ അയാൾ അവൾക്കും പകർന്നു കൊടുക്കാറുണ്ട്. അങ്കിളിൽ നിന്ന് കിട്ടുന്ന ഓരോ സന്തോഷവും അവൾ പൂർണ്ണ മനസ്സോടെ തന്നെ സ്വീകരിക്കും. ഇടയ്ക്കിടയ്ക്ക് അയാളുടെ ആ കരിമ്പിൻ തണ്ട് നന്നായി തന്നെ ഉഷാറായില്ലെങ്കിൽ അവളിടയ്ക്ക് ഒരു കുഴലൂത്തിലൂടെ അതിനെ പൊക്കിയെടുക്കുമായിരുന്നു. അവളുടെ ആ കുഴലൂത്ത് കൊണ്ട് അയാൾക്ക് കിട്ടിയിരുന്ന സുഖം ചെറുതൊന്നുമല്ല. ഒരു ദിവസം സർപ്രൈസ് ആയി തന്നെയാണ് അവൾ അങ്ങോട്ടേക്ക് ചെന്നത്. ഇന്ന് ടോമങ്കിളിന്റെ പിറന്നാളാണ്. ഈ പിറന്നാളിന് എന്ത് ഗിഫ്റ്റ് കൊടുക്കും എന്ന് അവൾ കുറച്ചു നാളായി ആഗ്രഹിച്ച് കാത്തിരിക്കുന്നുണ്ട്. അങ്കിളിനും ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. ഇന്ന് നീ എനിക്ക് എന്താണ് ഗിഫ്റ്റ് തരാൻ പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ അവൾ കൊതിയോടെ അങ്കിളിനെ നോക്കി. അവളുടെ ആ നോട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്താണ് അവൾ തനിക്ക് തരാൻ പോകുന്നതെന്ന്. എടുപിടിയെന്നായിരുന്നു പിന്നീട് സംഭവിച്ച കാര്യങ്ങൾ. അവൾ ധരിച്ചിരുന്ന ആ ഒരു കോട്ട് ഊരി അവൾ എറിഞ്ഞു. അങ്കിൾ ആസക്തിയോടെ തന്നെ അവളെ നോക്കി. അല്പസമയത്തിനകം അങ്കിളിന്റെ അടുത്ത് ഒരു 1.5 കുതിരസവാരി തന്നെ അവൾ നടത്തി. അവളിൽ നിന്ന് ഇങ്ങനെ ഒരു അപ്രോച്ച് ഉണ്ടാകുമെന്ന് അങ്കിൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പക്ഷെ സുഖം കൊണ്ടുള്ള ആ നിർവൃതിയിൽ അയാൾ പരിസരം മുഴുവൻ മറന്ന് ഒച്ചയും ശബ്ദവും ഉണ്ടാക്കിപ്പോയി. അതുപോലെയായിരുന്നു അവളുടെ ആ ഇറുക്കവും മുറുക്കവും. തിരിഞ്ഞും മറിഞ്ഞു നിന്ന് അവൾ സവാരി നടത്തിയപ്പോഴേക്കും അങ്കിളാകെ അവശനായി പോയിരുന്നു. സന്തോഷത്തിന്റെ എല്ലാ അമൃതവും അവളിലേക്ക് വർഷിച്ചുകൊണ്ട് അങ്കിൾ കിതച്ചു. 2 ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ പൂർവാധികം ശക്തിയോടെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയ ടോമങ്കിൾ താൻ അന്ന് കൊടുത്ത ആ മരുന്ന് നന്നായി തന്നെ ഏറ്റുവെന്ന് അവൾക്ക് മനസ്സിലായി. ടോമങ്കിളിനാവട്ടെ തന്നെ ജീവിതത്തിൽ ഇത്രയധികം സന്തോഷിപ്പിച്ച ആ പെണ്ണിനോട് തീർത്താൽ തീരാത്ത കടപ്പാടുമായി. ടോമങ്കിളും ലാവണ്യയും നല്ല രീതിയിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ ആരും അറിയാതെ ഇങ്ങനെ നടത്തിച്ചു പോന്നു. താൻ അങ്കിളിന് കൊടുത്ത ഈ സന്തോഷവും സുഖവുമാണ് ഇത്രയും പെട്ടെന്ന് ആ സുഖമൊക്കെ ഹീൽ ചെയ്യാൻ സഹായിച്ചതെന്ന് മറ്റാർക്കും അറിയില്ല. അവളുടെ നേഴ്സ് എന്ന നിലയിൽ ആ പരിചരണത്തെ വീട്ടുകാരെല്ലാവരും അംഗീകരിച്ചു കൊടുത്ത സമയമായിരുന്നു അത്. അങ്കിൾ നടന്നു തുടങ്ങിയത് നല്ല ഒന്നാന്തരമായി തന്നെ വീട്ടുകാരെല്ലാവരും ആഘോഷിച്ചു. അവൾക്ക് അഭിനന്ദനങ്ങളുടെ പ്രവാഹമായിരുന്നു. ലാവണ്യ, ഇവിടുത്തെ ജോലി താങ്കൾ ഒരിക്കലും മതിയാക്കരുത്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ പപ്പയെ വന്ന് സന്ദർശിക്കണം കേട്ടോ. ടോമങ്കിളിനാവട്ടെ എല്ലാ ദിവസവും അവളോട് വരണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം. അതുപോലെ തന്നെ അവൾക്കുണ്ടായ സാലറിയിലുള്ള ആ ക്രെഡിറ്റുമൊക്കെ വളരെ വ്യത്യാസം വന്നു. ജീവിതത്തിൽ അവൾ ആഗ്രഹിച്ചതുപോലെ ഇപ്പോൾ ഉന്നത സ്ഥിതിയിലെത്താൻ ദൈവം സഹായിച്ച് അവൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ടോമങ്കിളിനുള്ള റോൾ ചെറുതൊന്നുമല്ല. അങ്ങനെ ഹാപ്പിയായി തന്നെ ഇപ്പോൾ ലാവണ്യയും ടോമങ്കിളും മുന്നോട്ട് പോകുന്നുണ്ട്, ആരും അറിയാതെ തന്നെ. നമ്മുടെ ഈ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലാവണ്യയുടെയും ടോമങ്കിളിന്റെയും ഫുൾ ഹോട്ട് വേർഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കണമെങ്കിൽ നമ്മുടെ ടെലിഗ്രാമിലെ എക്സ്ക്ലൂസീവ് ചാനലിൽ തന്നെ ജോയിൻ ചെയ്യണം കേട്ടോ. ടെലിഗ്രാം ചാനലിലേക്കുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ആ MST ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനുള്ള സ്റ്റെപ്സ് മനസ്സിലാവുന്നതാണ്. ഓരോ ദിവസവും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന സ്റ്റോറീസിന്റെ ഫുൾ വേർഷൻ നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ് ചാനലിൽ ജോയിൻ ചെയ്താൽ മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പോൾ അടുത്ത ദിവസം അടിപൊളി കഥയുമായി ഞാൻ വീണ്ടും വരാം. ബൈ ബൈ.